فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചു അത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടുന്നതിൻ്റെ അനിവാര്യതകളെ സംബന്ധിച്ചുമാണ് നാം അല്പം വിശദീകരിച്ചിട്ടുള്ളത്. ഒരല്പം കൂടി കാര്യങ്ങൾ അതിലേക്ക് ഇനിയും ചേർത്ത് പറയാനുള്ളത് കൊണ്ട് ആ കാര്യം എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങളെ വ്യക്തമായി വിശദീകരിക്കുവാനും ആയത് നിങ്ങൾക്ക് മനസ്സിലാകുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അനുഗ്രഹീതമായ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ പർവ്വതത്തിലാണ് അത് ഇറക്കപ്പെടുന്നതെങ്കിൽ ആ പർവ്വതം പോലും തവിടുപൊടിയായി തീരും എന്ന് ഖുർആനിൽ പ്രസ്താവിക്കപ്പെട്ട മഹത്തായ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം, ഇന്നഹു ലഖൗലുൻ ഫസ്ലുൻ വമാ ഹുവ ബിൽ ഹസ്ൽ. തീർച്ചയായും ഈ ഖുർആൻ ഖൗലുൻ ഫസ്ല അഥവാ ഖൗലുൻ ഹഖ വമാ ഹുവ ബിൽ ഹസ്ൽ. ഇതൊരു തമാശയല്ല, ഇത് ഒരു തമാശയല്ല. ഹസ്ൽ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് നൽകിയ വ്യാഖ്യാനം അൽ ബാത്തിൽ വൽ ലഅബ്. ഇത് ബാത്തിലല്ല, ഇത് കളിയുമല്ല. പരിശുദ്ധ ഖുർആൻ ബാത്തിലുമല്ല, കളിയുമല്ല. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലഖൗലുൻ ഫസ്ൽ എന്ന് പറഞ്ഞാൽ ഇന്നൽ ഖുർആന യഫ്സിലു ബൈനൽ ഹഖ് വൽ ബാത്തിൽ വമാ ഹുവ ബിൽ ഹസ്ൽ യാനി ലൈസൽ ഖുർആനു ബിൽ ബാത്തിൽ വൽ ലഅബ്. പരിശുദ്ധ ഖുർആൻ ഖൗലുൻ ഫസ്ൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യഫ്സിലു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിന്റെ പേരാണ് അൽ ഫുർഖാൻ, സത്യ അസത്യ വിവേചന ഗ്രന്ഥം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഹഖിനെയും ബാത്തിലിനെയും നമുക്ക് വേർതിരിച്ചു തരുന്നു. വമാ ഹുവ ബിൽ ഹസ്ൽ അല്ലാഹുവിന്റെ പ്രയോഗമാണ്. ഇത് തമാശയല്ല കേട്ടോ, കളിയല്ല. പരിശുദ്ധ ഖുർആൻ എന്നതൊരു തമാശയുടെ വിഷയമല്ല, നമുക്ക് കളിക്കാനുള്ള ഒരു വിഷയമല്ല, ഗൗരവപ്പെട്ട ഒരു കാര്യമാകുന്നു പരിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. തഫ്സീർ സഅദിയിൽ കാണാം, അദ്ദേഹം പറയുന്നു വമാ ഹുവ ബിൽ ഹസ്ൽ എന്ന് പറഞ്ഞാൽ ജിദ്ദുൻ ലൈസ ബിൽ ഹസ്ൽ. ഇത് ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്, തമാശയല്ല. وهو القول الذي يفصل بين الطوائف والمقالات وتنفصل به الخصومات. വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ, സംഘങ്ങൾക്കിടയിൽ, ഗ്രൂപ്പുകൾക്കിടയിൽ പരിശുദ്ധ ഖുർആൻ കാര്യങ്ങളെ വിശദീകരിക്കുന്നു. വൽ മഖാലാത്ത്, വ്യത്യസ്ത അഭിപ്രായങ്ങളെ അത് ഏകോപിപ്പിക്കുന്നു. മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ അത് ഇല്ലാതെയാക്കുന്നു. അതുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ, എല്ലാറ്റിന്റെയും തഫ്സീൽ, വിശദീകരണം, അഭിപ്രായ ഭിന്നതകളിൽ നിന്നും വിശ്വാസ വൈജാത്യങ്ങളിൽ നിന്നും ഏക വിശ്വാസത്തിലേക്കും ഏക മാർഗത്തിലേക്കും ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. വമാ ഹുവ ബിൽ ഹസ്ൽ,
ഇതിനെ ഒരു നിലക്കും നിങ്ങൾ തമാശയായി കാണാൻ പാടില്ല. ഇതിനെ ഒരു നിലക്കും നിങ്ങൾ ഒരു ബാത്തിലായി വ്യർത്ഥമായ ഒരു വ്യായാമമായി പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ കാണാൻ പാടില്ല. ഗൗരവമർഹിക്കുന്നതാണ് എന്ന് അർത്ഥം. സൂറത്തുൽ നജ്മിലെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതളഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. അല്ലാഹുവിന്റെ ചോദ്യം, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, ഈ ഹദീസിനെ കുറിച്ചാണോ നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണോ നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? വതളഹഖൂൻ, നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. വലാ തബ്കൂൻ, എന്താണ് നിങ്ങൾ കരയാത്തത്? ഇവിടെ ഹോണ്ട CRV 20210 ആ വണ്ടി മാറ്റിയിടാൻ പറഞ്ഞു. CRV 20210 ദുബായ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഈ ഖുർആനിനെ കുറിച്ച് അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് കഴിയുകയാണോ നിങ്ങൾ? വതളഹഖൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? വലാ തബ്കൂൻ, എന്താണ് ഖുർആൻ നിങ്ങളെ കരയിപ്പിക്കാത്തത്? വഅൻതും സാമിദൂൻ, നിങ്ങൾ മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ കളിതമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അബൂ ജഅഫർ അത്ത്-തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞു, അഫമിൻ ഹാദൽ ഖുർആനി അയ്യുഹൻ നാസു തഅജബൂൻ, ഈ ഖുർആനിനെ സംബന്ധിച്ചാണോ ജനങ്ങളെ നിങ്ങൾ അത്ഭുതത്തിൽ കഴിയുന്നത്? വതളഹഖൂന മിൻഹു ഇസ്തിഹ്സാഅൻ ബിഹി, ഈ ഖുർആനിലെ വചനങ്ങളെയാണോ നിങ്ങൾ തമാശയാക്കുന്നത്? ഈ ഖുർആനിന്റെ ആശയങ്ങളെയാണോ നിങ്ങൾ പരിഹാസത്തിനുള്ള ഒരു വിഷയമാക്കുന്നത്? വലാ തബ്കൂന മിമ്മാ ഫീഹി മിനൽ വഈദി ലിഅഹ്ലി മആസില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെട്ട താക്കീതുകൾ, ആ താക്കീതുകളുടെ വചനങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്താത്തതെന്ത്? ആ താക്കീതിന്റെ വചനങ്ങൾ നിങ്ങളെ കരയിപ്പിക്കാത്തതെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നറിയിപ്പുകൾ, ആ മുന്നറിയിപ്പുകൾ നിങ്ങളെ ഭയപ്പെടുത്താത്തതെന്ത്? നിങ്ങൾ ചിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. വഅൻതും സാമിദൂൻ യഅനി ലാഹൂന അമ്മാ ഫീഹി മിനൽ ഇബർ വദ്ദിക്ർ മുഅരിദൂന അൻ ആയാതി, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെയും ആ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ദിക്റുകളെയും മറന്നുകൊണ്ട് അതിനോട് അശ്രദ്ധമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ നിങ്ങൾ അവഗണിക്കുകയാണോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യദ്ഹക് ഇല്ലാ തബസ്സുമ, അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കാറുണ്ടായിരുന്നില്ല, ഇല്ലാ തബസ്സുമൻ, പുഞ്ചിരിയല്ലാതെ. ഈ ആയത്തിനെ തഫ്സീർ നടത്തുന്നിടത്തിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ ഈ വചനം അവതരിച്ചതിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചിരിച്ചിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ ചോദ്യം, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതളഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങൾ എന്തുകൊണ്ട് കരയുന്നില്ല? ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭയപ്പാട് തോന്നുന്നില്ല എന്ന റബ്ബിന്റെ ചോദ്യത്തിന് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യദ്ഹക്, അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കാറുണ്ടായിരുന്നില്ല, ഇല്ലാ തബസ്സുമൻ, പുഞ്ചിരിയല്ലാതെ. കാരണം ഗൗരവപ്പെട്ട ഒരു ലോകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നു പരിശുദ്ധ ഖുർആൻ. ആ ലോകത്തിന്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള കണിശമായ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നു. ആ കണിശമായ വഴികളെ യഥാവിധി പിൻപറ്റിയാലല്ലാതെ ഒരു നിലക്കും സ്വർഗത്തിൽ പോവുക സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസ സംഹിതകൾ, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന അഖീദ, വിശ്വാസപരമായ കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായി നമ്മൾ പഠിക്കുകയും
ഗൗരവത്തിൽ ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളെയും പരിശുദ്ധ ഖുർആൻ നൽകുന്ന ആശയങ്ങളെയും പഠന വിധേയമാക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. അതിന്റെ അനിവാര്യതയിലേക്ക് വെളിച്ചം ചൂണ്ടുന്ന ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ ഹദീസുകളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വളരെ സത്യമാണ്. വമാ ഹുവ ബിൽ ഹസൽ. ഈ ഖുർആൻ ഒരു തമാശയല്ല. ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും തമാശയല്ല. ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസങ്ങൾ, അഖീദാപരമായ കാര്യങ്ങൾ, ഇതൊന്നും ഒരു തമാശ മൂഡിൽ കാണേണ്ട വിഷയങ്ങളല്ല, ഗൗരവതരമായി കാണേണ്ടതാണ്. അതിന്റെ ഗൗരവതരത കൊണ്ട് തന്നെ ചിന്തിക്കുന്ന ജനങ്ങളെ, ആ ജനങ്ങളുടെ ചിരി മാഞ്ഞു പോവേണ്ടതാണ്. അവർക്ക് പുഞ്ചിരിക്കാം, പക്ഷെ പൊട്ടിച്ചിരിക്കാൻ അവർക്ക് അവകാശമില്ലാത്ത വിധം ഗൗരവപ്പെട്ട ചില സംഗതികളാണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് നൽകുന്നത്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഹദീസുകളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന റജുലാനി ഫീ ബനി ഇസ്രായീൽ. ബനു ഇസ്രായേലിൽ രണ്ട് ആളുകൾ ഉണ്ടായിരുന്നു. ഫകാന അഹദുഹുമാ യുദ്നിബു വൽ-ആഖറു മുജ്തഹിദുൻ ഫിൽ ഇബാദ. ഒരു വ്യക്തി തിന്മ ചെയ്യുന്ന ആളായിരുന്നു, മറ്റൊരു വ്യക്തിയാകട്ടെ ഇബാദത്തിൽ വളരെയധികം ജിഹാദ് ചെയ്യുന്ന, സമരം ചെയ്യുന്ന, വളരെ കഷ്ടപ്പെട്ട് ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. രണ്ട് വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. ഒന്ന് കാന യുദ്നിബു, തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ. രണ്ടാമത്തെ വ്യക്തി മുജ്തഹിദുൻ ഫിൽ ഇബാദ, എല്ലാ നന്മകളിലും മുന്നേറിയ ഒരു വ്യക്തി. فكان لا يزال المجتهد يرى الآخر على الذنب فيقول أقصر. മുജ്തഹിദുൻ ഫിൽ ഇബാദ എന്ന് പറഞ്ഞ വ്യക്തി തന്റെ സുഹൃത്തിനെ എപ്പോൾ നോക്കിയാലും അയാൾ തെറ്റുകൾ ചെയ്യുന്നതായി കാണുന്നു. അപ്പോഴൊക്കെ പറയും അഖ്സിർ, നിങ്ങൾ കുറയ്ക്കണം, ഇങ്ങനെ തിന്മ ചെയ്ത് ജീവിക്കരുത്, തെറ്റുകൾ ചെയ്യരുത് എന്ന് ഈ നല്ല മനുഷ്യൻ അദ്ദേഹത്തെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. فوجده يوما على ذنب فقال له أقصر. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഒരു തെറ്റ് ചെയ്യുന്നതായി ഇദ്ദേഹത്തെ വീണ്ടും കണ്ടപ്പോ ഈ നല്ല മനുഷ്യൻ പറഞ്ഞു, നീ ആ തെറ്റ് ചെയ്യരുത് എന്ന് വീണ്ടും അദ്ദേഹത്തെ ഉപദേശിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഖല്ലിനി വറബ്ബി അബ്ഇസ്ത അലയ്യ റഖീബ. എന്നെ വിട്ടേക്കോ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്റെ റബ്ബ് എന്റെ കാര്യം നോക്കാൻ നിങ്ങൾ പ്രത്യേക ഏർപ്പാടാക്കിയിട്ടുണ്ടോ? എപ്പോഴും എന്റെ പിറകിൽ വന്ന് തെറ്റ് ചെയ്യല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ എന്നൊക്കെ പറയാൻ അല്ലാഹു താങ്കളെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ സന്ദർഭത്തിൽ ഈ മനുഷ്യന് ദേഷ്യം പിടിച്ചു. കാരണം തിന്മകൾ നിരന്തരമായി ചെയ്യുന്ന ഒരു വ്യക്തി അത് ചെയ്യരുത് എന്ന് ഉപദേശിച്ചപ്പോൾ തട്ടിക്കയറുകയും ചെയ്തപ്പോ ഇദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. ഇദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക അബദാ. അല്ലാഹുവാണേ, നിനക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു തരികയില്ല. ഔ ലാ യുദ്ഖിലകല്ലാഹുൽ ജന്ന. അല്ലാഹു താങ്കളെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. രണ്ട് കാര്യം പറഞ്ഞത്. ഒന്ന്, അള്ളാഹു താങ്കൾക്ക് പുറത്തു തരികയില്ല, അല്ലെങ്കിൽ അള്ളാഹു താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഈ ഒരു വാക്ക് ഈ നല്ല മനുഷ്യൻ, ഈ തിന്മ ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ച് അയാളെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇത് ഞാൻ പറയുന്ന കഥയല്ല കേട്ടോ. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടത് സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഇമാം അബൂ ദാവൂദും മറ്റു മുഹദ്ദിസീങ്ങളും ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഖുബില അർവാഹുഹുമാ, അവർ രണ്ടുപേരും മരണപ്പെട്ടു. ഫജ്തമഅ ഇൻദ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ അടുക്കൽ അവർ രണ്ടുപേരും ഹാജരാക്കപ്പെട്ടു. ഫഖാല ലിഹാദൽ മുജ്തഹിദ്, ധാരാളം നന്മകൾ ചെയ്ത് ജീവിച്ച ആ മനുഷ്യനോട് അല്ലാഹു ചോദിച്ചു, അകുൻത ബി ആലിമ, എന്നെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാമോ? ഔ കുൻത അലാ മാ ഫീ യദി ഖാദിറ, അതല്ല എന്റെ അധികാരത്തിൽ നിനക്ക് വല്ല കഴിവുണ്ടോ എന്നെ തിരുത്താൻ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് എന്റെ കുദറത്തിനെ സംബന്ധിച്ച് പറയാൻ നിനക്ക് വല്ല കഴിവുണ്ടോ? അതല്ല എന്നെ കുറിച്ച് ഞാൻ പറയാത്ത വല്ല ഇൽമും നിനക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം ഈ വ്യക്തി പറഞ്ഞ ഒരു വാക്കാണ്, വല്ലാഹി ലാ യഗ്ഫിറുകല്ലാഹു അബദാ, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരികയില്ല എന്നൊരു വാക്ക്. ആരാ പറഞ്ഞത്? നല്ല മനുഷ്യൻ. ആരോടാ പറഞ്ഞത്? തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനോട്. ഒരു അസ്വാഭാവികതയും ഒരു പക്ഷേ ഞാനും നിങ്ങളും ഈ വാക്കിൽ കാണുന്നില്ല.
തിന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനോട് എത്ര തിരുത്താൻ പറഞ്ഞിട്ടും തിരുത്താതെ അവസാനം തിരുത്താൻ ഉദ്ദേശിച്ച ആളോട് തട്ടിക്കേറിയപ്പോ റബ്ബ് നിനക്ക് പുറത്തു തരികയില്ല, അല്ലെങ്കിൽ നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊരു അസ്വാഭാവികതയാണ്, അതിൽ എന്തൊരു തെറ്റാണ് ഉള്ളത് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ചോദിച്ചത്, അകുൻത ബിആലിമ, എന്നെ കുറിച്ച് നിനക്കാണോ കൂടുതൽ അറിയാവുന്നത്, അതല്ലെങ്കിൽ എന്റെ അധികാരത്തിൽ നിന്ന് വല്ലതും നിന്റെ കൈകളിൽ ഉണ്ടോ? വഖാലലിൽ മുദ്നിബി, എന്നിട്ട് ആ തെറ്റുകൾ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്നത ബിറഹ്മതി, നീ പോയിക്കോ, എന്റെ റഹ്മത്ത് കൊണ്ട്, എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. എന്നാൽ വഖാലലിൽ ആഖർ, ആ നല്ല മനുഷ്യനായി മുജ്തഹിദുൻ ഫിൽ ഇബാദ എന്ന് പറഞ്ഞ ആ വ്യക്തിയോട്, ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലാഹു മലക്കുകളോട് പറയും, ഇദ്ഹബു ബിഹി ഇലന്നാർ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോവുക. മുജ്തഹിദുൻ ഫിൽ ഇബാദയായ, ധാരാളം ഇബാദത്ത് ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക്, അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു നേരിയ വിശ്വാസം വന്നതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞത് നരകത്തിലേക്കാണ്. എന്നാൽ അഖീദയിൽ പിഴവ് പറ്റാതെ ജീവിതത്തിൽ നിസ്സാരമായ തെറ്റുകൾ സംഭവിച്ച ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്തു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിൽ തന്നെയാണോ ആ റബ്ബ് തന്നെ സത്യം, ലതകല്ലമ ബികലിമത്തിൻ, ആ മനുഷ്യൻ ഒരു കലിമത്ത് സംസാരിച്ചു, ഔബഖത് ദുനിയാ വ ആഖിറതഹു, ഈ ദുനിയാവും ആഖിറത്തും ആ ഒരൊറ്റ വാക്ക് കൊണ്ട് അയാൾക്ക് നഷ്ടമായി. ഈ ദുനിയാവും നഷ്ടമായി, ആഖിറത്തും അയാൾക്ക് നഷ്ടമായി. ഉപയോഗിക്കാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു എന്നതാണ്. ശിർക്കിനേക്കാൾ ഗൗരവപ്പെട്ട തിന്മയാണ് അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്തത് പറയുക എന്നത്. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ വഹറ മിൻഹാ വമാ ബതന വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളുടെ ഒരു ക്രൈറ്റീരിയ പറയാണ്. ആദ്യം ചെറുത്, പിന്നെ വലുത്, പിന്നെ വലുത്. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ വഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ നീചവൃത്തി. വൽ ഇസ്മ, അത് അതിനേക്കാൾ കുറച്ചുകൂടി കൂടിയതാണ്, വ്യക്തമായ പാപങ്ങൾ. വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായ ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ, ഒരു വിഭാഗത്തെ ആക്രമിക്കുക, അത് അതിനേക്കാൾ കൂടിയതാണ്. പിന്നെ അതിന്റെ മേലെ വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണം അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെ അല്ലാഹുവിൽ പങ്കു ചേർക്കൽ. ഇനി അതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ്. അതെന്താണത്? വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിനെ കുറിച്ച് അറിവില്ലാത്തത് പറയൽ. ഈ വ്യക്തി അല്ലാഹു താങ്കൾക്ക് പുറത്തു തരികയില്ല എന്ന് പറഞ്ഞത് റബ്ബിനെ കുറിച്ച് അറിവില്ലാത്തത് പറയലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തിടുന്നതാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ പോലും തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കുന്നവനാണ് അല്ലാഹു. ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൽ ഒരൊറ്റ മുശ്രിക്കിനും ഒരിക്കലും മുസ്ലിം ആവാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ശിർക്ക് മഹാ അപരാധമാണെങ്കിൽ പോലും തൗബ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പുറത്തു തരും എന്നല്ലാതെ അല്ലാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരികയില്ല എന്ന വാക്ക് റബ്ബിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയലാണ്. അതിന്റെ ഗൗരവത്താൽ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്ത ആ വ്യക്തികളുടെ നന്മയെ ഈ വാക്ക് മറികടക്കുകയും അയാൾ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയും ചെയ്തു. സഹോദരങ്ങളെ, അഖീദ എന്നത്, വിശ്വാസം എന്നത്, നമ്മുടെ ഈമാനിക കാര്യങ്ങൾ എന്നത് തമാശയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും മഹത്തരമായ ഒരു ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. യഹൂദന് യഹൂദന്റെ വിശ്വാസം ഉണ്ടായിക്കോട്ടെ, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഉണ്ടായിക്കോട്ടെ, മക്കാ മുശ്രിക്കിന്റെ വിശ്വാസം ഉണ്ടായിക്കോട്ടെ, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം ഉണ്ടായിക്കോട്ടെ എന്നല്ല, മറിച്ച് സകല വിശ്വാസ വൈകല്യങ്ങളും അഖീദാപരമായ ഏതെല്ലാം വിഷയങ്ങളിൽ മനുഷ്യർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ അതിലേക്കൊക്കെ കുറ്റമറ്റ മാർഗദർശനം നൽകുന്നു പരിശുദ്ധ ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആന യഖുസ്സു അലാ ബനി ഇസ്രായീൽ അക്സറല്ലദീ ഫീഹും യഖ്തലിഫൂൻ. തീർച്ചയായും ഈ ഖുർആൻ ബനു ഇസ്രായേൽ വേദക്കാർ ഏതെല്ലാം വിഷയത്തിൽ ഭിന്നിച്ചിട്ടുണ്ടോ ആ ഭിന്നിച്ച വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഗ്രന്ഥമാകുന്നു ഖുർആൻ. അപ്പോൾ
പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ ഹുവ ബിൽ ഹസ്ൽ, ഇത് തമാശയല്ല എന്ന് പറയാനുള്ള കാരണം ഈ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചത് വെറുതെയല്ല. ജീവിതകാലം മുഴുവൻ നന്മ ചെയ്ത ഒരു വ്യക്തിക്ക് ഒരൊറ്റ വാക്കുകൊണ്ട് നരകത്തിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ വിഷയങ്ങൾ നിസ്സാരമായ വിഷയങ്ങളല്ല, ഗൗരവപ്പെട്ട വിഷയങ്ങളാണ്. ഇനി ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹിൽ മില്ല സതഫ്തരിഖു അലാ 73. തീർച്ചയായും ഈ ഉമ്മത്ത്, മുസ്ലിം സൊസൈറ്റി, ഇന്ന ഹാദിഹിൽ മില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന മില്ലത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. സതഫ്തരിഖു അലാ 73, 73 കക്ഷികളായി മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് മാറും. ഇത് മറ്റു സമൂഹത്തിൽ പെടൂല. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഫ്തറഖത്തിൽ യഹൂദ് അലാ 71 ഫിർഖ വഫ്തറഖത്തിൽ നസാറ അലാ 72 ഫിർഖ വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ. യഹൂദന്മാർ 71 കക്ഷികളായി പിരിഞ്ഞു, നസ്രാനികൾ 72 കക്ഷികളായി പിരിഞ്ഞു. ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. അപ്പൊ അത് അവരെ കുറിച്ചല്ല, 73 എന്ന് പറഞ്ഞത് നമ്മളെ കുറിച്ച് മാത്രം ഹാസായിട്ട് പറഞ്ഞതാണ്. മുസ്ലിം ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്, വളരെ ഗൗരവമർഹിക്കുന്നതാണ്. ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടി കണക്കിലെടുക്കുകയും ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 72 ഫിന്നാർ, 72 നരകത്തിലാണ്. 72 നരകത്തിലാണ്. ഇല്ല വാഹിദ, ഒരൊറ്റ ടീം മാത്രം, ഒരൊറ്റ ടീം മാത്രമേ സ്വർഗത്തിൽ പോകൂ. വിശാല ഹൃദയമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കറിയാം. ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തികളോടും ഓരോ വിഭാഗത്തോടും അങ്ങേയറ്റത്തെ റഊഫായ, റഹീമായ, ദയാലുവായ, കാരുണ്യവാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്കറിയാം. ഈ ഉമ്മത്തിന്റെ എല്ലാ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുകയും ചെയ്ത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വാക്കിൽ എന്തെങ്കിലും അനീതിയോ അക്രമമോ ഉണ്ടോ? തീർച്ചയായും ഇല്ല. നമുക്കൊരു വേള പറയാമായിരുന്നു 72 സ്വർഗത്തിൽ 1 നരകത്തിൽ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതാണ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, റിജിഡിറ്റി ഇല്ലാത്ത ഒരു കാഴ്ചപ്പാട്, മാനവികത ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാട്, വിശാലമായ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ പറയാമായിരുന്നു എന്നൊരു പക്ഷേ എനിക്കും നിങ്ങൾക്കും തോന്നിയേക്കാം. പക്ഷേ ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൗതിക താല്പര്യങ്ങൾക്കപ്പുറത്ത് മരണാനന്തരം ഒരു ജീവിതം എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ആ പരലോകത്തിലുള്ള സ്വർഗം കണ്ടുകൊണ്ട് നേരിൽ കണ്ട റസൂലുള്ളാഹ്, നരകം കണ്ടുകൊണ്ട് നേരിൽ കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബറിലെ ശിക്ഷകളുടെ തോതും അതിന്റെ അളവും അതിന്റെ വ്യാപ്തിയും അതിന്റെ ആഴവും അറിയിക്കപ്പെട്ടിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയുക എന്നതിനേക്കാൾ ഗൗരവപ്പെട്ട ചില തത്വങ്ങൾ പഠിപ്പിക്കുക എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ദൗത്യം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക്, എല്ലാവരും മുസ്ലിങ്ങൾ തന്നെ, എല്ലാവരും സ്വർഗത്തിലായിരിക്കും, ഏതെങ്കിലും 1-2 ആളുകളൊക്കെ നരകത്തിൽ പോവുകയുള്ളൂ എന്ന് പറയേണ്ടതിന് പകരം ഈ ഉമ്മത്തിനോട് സ്നേഹവും ദയവും കാരുണ്യവുമുള്ള അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് 72 ഫിന്നാർ, 72 നരകത്തിലാണ്. ഇല്ല വാഹിദ, ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഗൗരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ലൈസൽ അജബു ലിമൻ ഹലക കൈഫ ഹലക വലകിന്നൽ അജബ് ലിമൻ നജാ കൈഫ നജാ. പിഴച്ചവൻ എങ്ങനെ പിഴച്ചു എന്നതൊരു അത്ഭുതമുള്ള വിഷയമല്ല, രക്ഷപ്പെട്ടവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതാണ് അത്ഭുതം. തെറ്റിപ്പോയവൻ എങ്ങനെ തെറ്റിപ്പോയി എന്നതൊരു അത്ഭുതമല്ല. ദാറ്റ് ഈസ് വെരി ഈസി, അത് വളരെ ഈസിയാണ്, തെറ്റിപ്പോവാൻ സാധിക്കും. പക്ഷെ രക്ഷപ്പെട്ടവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് അത്ഭുതം തന്നെയാണ്. അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ടല്ലാതെ ഒരാൾക്ക് ഈ 73 വിജയിക്കുന്ന കക്ഷിയായി തീരാൻ സാധ്യമല്ല. ഈ സിറാത്തുൽ മുസ്തഖീമിൽ ഉൾപ്പെടാൻ സാധിക്കുക എന്നത് ഗൗരവപ്പെട്ടതാണ്. 73 കക്ഷിയായി പിരിയുന്ന ഈ ഉമ്മത്തിൽ 72 നരകത്തിലും ഒരു വിഭാഗം മാത്രം സ്വർഗത്തിലുമാണെങ്കിൽ ആ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുക
എന്നത് അതാണ് അത്ഭുതം നിറഞ്ഞത്, അതാണ് നേടിയെടുക്കേണ്ടത്. അതല്ല യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും വിശ്രമിക്കാൻ സമയമില്ല എന്നർത്ഥം. നമ്മളുടെ അഖീദ, നമ്മുടെ തൗഹീദ്, നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ സ്വർഗത്തിന്റെ ആ ആളുകളിൽ തന്നെ പെടുന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുമോ? ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷി ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊരു വഴിയാണോ സ്വീകരിച്ചത് ആ വഴി സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ പ്രവേശിക്കാം. അതിന്റെ അർത്ഥം ആ വഴിയിൽ നിന്ന് ആര് തെറ്റിപ്പോകുന്നുവോ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കാരണം അള്ളാഹു തൃപ്തിപ്പെട്ടത് നബിയെയും സ്വഹാബികളെയുമാണ്. ആ സ്വഹാബികളുടെ പാത പിൻപറ്റുന്നവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിയുടെ അടയാളം അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളുടെ വഴി സ്വീകരിക്കലാണ്. എങ്കിൽ നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും. എന്നാൽ ആ വഴി മാറ്റിവെച്ച് സ്വന്തം വഴികൾ ഒരാൾ അന്വേഷിച്ചാലോ അയാൾ വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള സ്വർഗം ഉറപ്പാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കിയ ആ സ്വഹാബികളുടെ മാർഗം പിൻപറ്റലാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ മാർഗം, വിജയത്തിന്റെ മാർഗം. അതുകൊണ്ട് തന്നെ ഇത് തമാശയല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ ചിരിക്കാൻ സമയമുണ്ടാവില്ല, പഠിക്കാനേ സമയമുണ്ടാവുകയുള്ളൂ. നാം ശരിയായ വിശ്വാസത്തിലാണോ? അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബികളും വിശ്വസിച്ചതുപോലെയാണോ ഞാൻ വിശ്വസിക്കുന്നത്? ആചരിക്കുന്നത് പോലെയാണോ ഞാൻ ആചരിക്കുന്നത്? എൻ്റെ ജീവിതം അവരുടേതുപോലെയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഗൗരവപ്പെട്ടതാണ്. ഒന്ന് രണ്ട് ഹദീസ് കൂടി വിഷയത്തിന്റെ ഗൗരവം ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. عن عقبة بن عامر الجهني رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم أقبل إليه رهط فبايع 9 وأمسك عن 1 فقالوا يا رسول الله بايعت 9 وتركت 1. അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരാൾ വന്നു, ഒരു സംഘം വന്നു. 10 പേരടങ്ങുന്ന സംഘമാണ്. 9 ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് ചെയ്തു. എന്നാൽ 10ാമത്തെ ആൾക്ക് റസൂലുള്ള കൈ കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10ാമത്തെ ആൾക്ക് ബൈഅത്ത് കൊടുത്തിട്ട് അദ്ദേഹം വന്നത് നബിയെ ചീത്ത പറയാൻ വന്നല്ല, പിന്നെയോ ഇസ്ലാം സ്വീകരിക്കാൻ വന്ന ആളാണ്. അള്ളാഹുവിന്റെ റസൂലിനെ റസൂലായി പ്രഖ്യാപിക്കാൻ വേണ്ടി വന്ന ആളാണ്. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കാൻ വേണ്ടി വന്ന ആളല്ല. 10 ആളും ഇസ്ലാം സ്വീകരിക്കാൻ വന്നതാണ്. പക്ഷെ 9 ആൾക്കേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു, ഒരാളെ വിട്ടു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ 9 ആൾക്ക് കൊടുത്തു, ഇദ്ദേഹത്തെ വിട്ടു, എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമ, അയാൾ ഉറുക്ക് കെട്ടിയിട്ടുണ്ട്, അയാൾ മന്ത്രി ചൂതിയ ചരട് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൈ കൊടുക്കൂല. അദ്ദേഹത്തിന്റെ ബൈഅത്ത് എനിക്ക് വേണ്ട. കാരണം ഞാൻ ബൈഅത്ത് സ്വീകരിക്കുന്നത് മുസ്ലിമായി വരുന്ന ആളുകൾക്കാണ്, യഥാർത്ഥ തൗഹീദ് അംഗീകരിക്കുന്ന ആളുകൾക്കാണ്. എന്നാൽ ഈ ചരട് കെട്ടുക അതിന് ഓപ്പോസിറ്റാണ്, അത് പഠിപ്പിക്കുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം. ഉടനെ തന്നെ ഉടനെ തന്നെ അദ്ദേഹം തന്റെ കൈ പ്രവേശിപ്പിച്ച് എവിടെയാണോ അത് കെട്ടിയത് അത് അഴിച്ച് അദ്ദേഹം വലിച്ചെറിഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, തമീമത്ത് കെട്ടിയവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്ക് ഞാൻ ബൈഅത്ത് ചെയ്യൂല. നോക്കൂ നിങ്ങൾ, വിശാല ഹൃദയമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സമൂഹത്തോട് കാരുണ്യമുള്ള അള്ളാഹുവിന്റെ റസൂൽ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച കണിശമായ നിലപാട്, ഇസ്ലാം അതിൻ്റെ അഖീദയിലും അതിൻ്റെ വിശ്വാസങ്ങളിലും അതിൻ്റെ ആചാരങ്ങളിലും എത്രമാത്രം കണിശത സ്വീകരിക്കേണ്ടുന്ന ഒരു മതമാണ് എന്ന് പഠിപ്പിക്കലായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം. ചില സ്വഹാബികൾ പറയാണ്, യുദ്ധത്തിന്റെ വേളയിൽ, ബദർ യുദ്ധത്തിന്റെ വേളയിൽ അല്ലെങ്കിൽ മറ്റൊരു യുദ്ധത്തിന്റെ വേളയിൽ ആ യുദ്ധത്തിൽ ചേരാൻ വേണ്ടി വന്ന ഒരു സംഘത്തിന്റെ ഒട്ടകത്തിന്റെ കഴുത്തിൽ ഒരു മണിനാഥം, ഒട്ടകത്തിന് മൃഗങ്ങളുടെ കഴുത്തിൽ ശബ്ദം ഉണ്ടാകാൻ വേണ്ടി കെട്ടുന്ന ആ മണി ഉണ്ടല്ലോ, അതിന്റെ നാദം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറിച്ചു മാറ്റത്, വലിച്ചെറിയൂ. കാരണം
ലാ തസ്ഹബുൽ മലായികതു റുഫ്ഖതൻ ഫീഹാ കൽബുൻ ഔ ജറസുൻ. ഒരു നായയോ മണിനാഥമോ ഉള്ള ഒരു സംഘത്തിന്റെ കൂടെ മലക്കുകൾ വരില്ല. മലക്ക് കൂടെ ഉണ്ടാവില്ല. ഒരു മണിനാഥത്തിന്റെ കൂടെ മലക്കുകളില്ലെങ്കിൽ, ഒരു മണിനാഥം ഉള്ള ഒരു സംഘത്തിന്റെ കൂടെ പോലും മലക്കുകളില്ലെങ്കിൽ, അതിനേക്കാൾ മുന്തിയ തരം സംഗീതമുള്ള ഒരു സദസ്സിൽ മലക്കുകൾ ഉണ്ടാകുമോ? ആ സംഗീതമുള്ള ഒരു വീട്ടിൽ മലക്കുകൾ ഉണ്ടാകുമോ? തീർച്ചയായും ഇല്ല. ഇപ്പൊ വലിയൊരു യുദ്ധം നടക്കാൻ പോവല്ലേ, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പറയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചിട്ടില്ല. മറിച്ച് ഈ യുദ്ധത്തിൽ അല്ലാഹു മലക്കുകളെ കൊണ്ട് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മലക്കുകളെ കൊണ്ട് സഹായിക്കണമെങ്കിൽ മലക്കുകൾ വരുന്ന സംവിധാനം ഇവിടെ ഉണ്ടാക്കി വെക്കണം. മണിനാഥമുണ്ടെങ്കിൽ അവിടെ മലക്കുകൾ വരൂല. അതുകൊണ്ട് തന്നെ അല്ലാഹു മലക്കുകളിലൂടെ നമ്മളെ സഹായിക്കണമെങ്കിൽ ഈ ഹറാം ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണിശമായി തീരുമാനിച്ചത് കൊണ്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഒരു സംഭവം കൂടി പറയട്ടെ. عن بنانة عن عائشة رضي الله تعالى عنها قالت بينما هي عندها إذ دخل عليها بجارية وعليها جلاجل يصوتن فقال لا تدخلنها علي إلا أن تقطعوا جلاجلها. ബുനാന എന്ന് പറയുന്ന താബി സ്ത്രീ പറയാണ് റളിയല്ലാഹു തആല അൻഹ, ഞാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയുമായി അവിടേക്ക് ഒരു സ്ത്രീ വന്നു. ആ പെൺകുട്ടിയുടെ കാലിൽ ചെലങ്കയുണ്ട്, ശബ്ദം ഉണ്ടാകുന്ന പാദസരമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ആ കുട്ടിനെ കൊണ്ട് കയറരുത്. എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ വാതിലിന്റെ അപ്പുറത്തേക്ക് ആ കുട്ടിയെയും കൊണ്ട് നിങ്ങൾ കയറരുത്. അത് മുറിച്ച് മാറ്റിയിട്ട് വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കയറാം എന്നിട്ട് പറഞ്ഞു. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ സ്വന്തമായ ഇഷ്ടപ്രകാരം ഒരു കാര്യം പറഞ്ഞതല്ല, മറിച്ച് അവർ പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി ജറസുൻ, ജറസുള്ള മണിനാദമുള്ള ചില ശബ്ദമുണ്ടാകുന്ന വീട്ടിലേക്ക് മലക്കുകൾ കയറില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് മലക്കളെ ഉദ്ദേശിക്കുന്നില്ല. ആ ചില ശബ്ദമുണ്ടാക്കുന്ന കുട്ടിയേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അടയാളങ്ങളായ മലക്കുകൾ എൻ്റെ വീട്ടിലുണ്ടാവലാണ്. അവർ വരാത്തൊരു ഏർപ്പാട് എൻ്റെ വീട്ടിൽ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഞാനിവിടെ ഉദ്ധരിച്ച ഹദീസുകളൊക്കെ സ്വഹീഹാണ്. ഇത്തരം സംഭവങ്ങൾ, ഒരു നൂറുകണക്കിന് സംഭവങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ എൻ്റെ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തമാശയല്ല. നമ്മുടെ മതം തമാശയല്ല. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഹറാമുകൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഗൗരവമർഹിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആ നിലക്ക് തന്നെ കാണണം എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ ഫളായിലുകളെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഖുർആൻ ഒരു മനുഷ്യനെ ഈ ലോകത്തും ഖബറിലും പരലോകത്തും ഉന്നതനാക്കി തീർക്കുന്നു. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ മുഖേന ഒരു വ്യക്തിക്ക് ഈ ലോകത്തും ഖബറിലും പരലോകത്തും ഔന്നിത്യമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകവുമായി ബന്ധപ്പെട്ട് യഉമ്മുൽ ഖൗമ അഖ്റഉഹും ലികിതാബില്ലാഹ്, ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കേണ്ടത് അത് നമസ്കാരത്തിലുള്ള ഇമാമത്താണ്. അതേപോലെ തന്നെ ഒരു മുസ്ലിം സൊസൈറ്റിക്ക് നേതൃത്വം നൽകേണ്ടത് അഖ്റഉഹും ലികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകളായിരിക്കണം. യഉമ്മുൽ ഖൗമ അഖ്റഉഹും ലികിതാബില്ലാഹ്, ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കേണ്ടത് അവരുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൽ നല്ല അറിവുള്ള വ്യക്തിയാണ്. ഫഇൻ കാനൂ ഫിൽ ഖിറാഅത്തി സവാഅൻ, അവർ ഖുർആനിന്റെ വിഷയത്തിൽ അതിന്റെ പാരായണ മര്യാദകൾ, നിയമങ്ങൾ, ആ വിഷയത്തിൽ അവിടെയുള്ള എല്ലാവരും ഒരുപോലെയാണെങ്കിൽ പിന്നെ അഅലമുഹും ഫിസ്സുന്നഹ്, സുന്നത്തിൽ ഹദീസിൽ അറിവുള്ള ആളെ പിന്നെ പരിഗണിക്കണം. ഖുർആൻ എല്ലാവരും ഒക്കെ ആണെങ്കിൽ കൂട്ടത്തിൽ കൂടുതൽ ഹദീസ് അറിയുന്നത് ആർക്കാണ്? അവരെയാണ് എന്ത് ചെയ്യേണ്ടത്? പരിഗണിക്കേണ്ടത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ കാനൂ ഫിസ്സുന്നതി സവാ,
ഇനി സുന്നത്തിന്റെ കാര്യത്തിൽ അവർ ഒരുപോലെയാണ്. ഖുർആനും സുന്നത്തിൽ ഒരേപോലെ അറിവുള്ള ഒരു ടീമാണെങ്കിലോ പിന്നെ അക്ബറുഹും സിന്ന, പിന്നെ അവരുടെ കൂട്ടത്തിൽ പ്രായം കൊണ്ട് കൂടുതൽ ആരാണ് എന്ന് നോക്കണം. നോക്കൂ നിങ്ങൾ, പ്രായത്തിന് എത്രാം സ്ഥാനമാണ്? 3-ാം സ്ഥാനം. പ്രായത്തേക്കാൾ പരിഗണിക്കപ്പെടുന്നത് ഒരു വ്യക്തിയുടെ പരിശുദ്ധ ഖുർആനിലുള്ള അറിവാണ്. അഥവാ പരിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് നമുക്ക് ഉയർച്ച നൽകുന്നു എന്നർത്ഥം. ഈ ഭൂമിയിൽ, ഈ ലോകത്ത് ജീവിക്കുന്ന ഈ ലോകത്ത് ഒരു മനുഷ്യനെ ഇമാമാക്കി തീർക്കുന്നത്, ഒരു മനുഷ്യനെ നേതാവാക്കി തീർക്കുന്നത്, ഒരു മനുഷ്യനെ ഹെഡാക്കി തീർക്കുന്നത് അയാളുടെ പരിശുദ്ധ ഖുർആനിലുള്ള അറിവാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ടാമതൊരു ഹദീസ് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അന്ന നാഫിഅ ബിൻ അബ്ദുൽ ഹാരിസ് ലഖിയ ഉമർ ബി ഉസ്ഫാന വകാന ഉമർ യസ്തഅമിലുഹു അലാ മക്ക. നാഫിഅ ബിൻ അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോ ഈ വ്യക്തിയെ, നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിയെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മക്കയിലെ ഗവർണറായി നിശ്ചയിച്ച ആളാണ്. മക്കയിലുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തെ കാണുന്നത് പിന്നെ ആ ബോർഡറിലില്ലാത്ത, ആ പരിധിയിലില്ലാത്ത ഒരു സ്ഥലത്തും. അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മനിസ്തഅമൽത അലാ അഹ്ലിൽ വാദി, അഹ്ലുൽ വാദിയിൽ, അഹ്ലു മക്കയിൽ നീ ആരെയാണോ പകരക്കാരനാക്കിയത്? നിന്നെയാണല്ലോ നോക്കാൻ ഏൽപ്പിച്ചത്. അപ്പൊ നീ ഇവിടെ വേണമെങ്കിൽ അവിടെ ഒരാൾ വേണമല്ലോ. നീ ആരെയാണ് പകരക്കാരനായി അവിടെ നിശ്ചയിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സ എന്ന് പറയുന്ന ഒരാളെയാണ് ഞാൻ ആക്കിയത്. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, വമൻ ഇബ്നു അബ്സ, ആരാണ് ഈ ഇബ്നു അബ്സ എന്ന് പറഞ്ഞ ആള്? അപ്പൊ ഇദ്ദേഹം മറുപടി പറഞ്ഞു, മൗലൻ മിൻ മവാലീന, നമ്മൾ മോചിപ്പിച്ച അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ദേഷ്യം പിടിച്ചു. ഫസ്തഖ്ലഫ്ത അലൈഹി മൗലൻ, ഒരു അടിമയാണോ നീ അവരുടെ നേതാവായി നിശ്ചയിച്ചത്? എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിവേചനം കാണിച്ചു എന്നല്ല, മറിച്ച് ഒരു സമൂഹത്തെ നിയന്ത്രിച്ച് അടിമകൾക്ക് ശീലമല്ല, നിയന്ത്രിക്കപ്പെട്ട അടിമകൾക്ക് എന്തുള്ളൂ? ശീലമുള്ളൂ. കാരണം അടിമത്ത സമ്പ്രദായത്തിൽ അവർ മുതലാളിയുടെ കീഴിൽ നിൽക്കുന്നതാണ്. ആ അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു സമൂഹത്തിന് പെട്ടെന്ന് നേതൃത്വത്തിലേക്ക് വരാൻ കഴിയില്ല, ഒരു സമൂഹത്തെ ഭരിക്കാൻ കഴിയില്ല, ഒരു വീട് പോലും ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഒരു അടിമയാണോ ഒരു രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി താങ്കൾ ഏൽപ്പിച്ചത്? അപ്പൊ അതിന് അദ്ദേഹം നൽകിയ മറുപടി, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹ്. ഇബ്നു അബ്സ എന്ന് പറഞ്ഞാൽ വെറും ഒരു അടിമയല്ല, അല്ലാഹുവിന്റെ ഖുർആൻ നന്നായി അറിയാവുന്ന ഒരാളാണ്. പരിശുദ്ധ ഖുർആൻ നന്നായി അറിയാവുന്ന ഒരാളാകുന്നു അദ്ദേഹം. മാത്രമല്ല വഇന്നഹു ആലിമുൻ ബിൽ ഫറാഇദ്, അനന്തരാവകാശ സ്വത്തൊക്കെ എങ്ങനെ വിഭജിക്കണം എന്നതിൽ നല്ല ഉൾക്കാഴ്ചയും അറിവുമുള്ള ഒരാളെയാണ് ഞാൻ ആക്കിയത്, വെറും ഒരടിമയല്ല. അത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദേഷ്യമൊക്കെ തണുത്തു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്, നീ ചെയ്തത് ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാൽ, നിങ്ങളുടെ നബി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? ഇന്നല്ലാഹു യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലാഹു ഒരു ജനതയെ ഉയർത്തുകയും മറ്റൊരു ജനതയെ അല്ലാഹു താഴ്ത്തുകയും ചെയ്യും. പരിശുദ്ധ ഖുർആൻ കൊണ്ടേ ഒരു സമൂഹത്തിന് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ആ ഖുർആനിനോടുള്ള സമീപനം തെറ്റായതുകൊണ്ടാണ് ഏതൊരു സമൂഹവും അധപ്പതിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനാണ് മാനവ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് നിദാനം. അന്ധകാരത്തിൽ കഴിഞ്ഞ, അന്ധവിശ്വാസങ്ങളിൽ കഴിഞ്ഞ ഒരു സമൂഹം ലോകത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകൾ മാറിയത്, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വ്യക്തിത്വങ്ങളായി അവർ മാറിയത് പരിശുദ്ധ ഖുർആൻ അവരെ സംസ്കരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരു ജനവിഭാഗത്തിന് ഉയർച്ച നൽകും. നിങ്ങളിൽ ഈമാനും ഇൽമുമുള്ള ആളുകളെ അല്ലാഹു പല പദവികൾ ഉയർത്തുന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പല പദവികളും നൽകുന്നതാകുന്നു. ഈ രണ്ട് ഹദീസുകൾ നമുക്ക് നൽകുന്ന തെളിവ്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ഒരു മനുഷ്യനെ ഉന്നതനാക്കി തീർക്കുന്നത് പരിശുദ്ധ ഖുർആനിലുള്ള അറിവും അതനുസരിച്ചുള്ള അയാളുടെ ജീവിതവുമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഖബറിലോ,
ഖബറിലും അതേ അവസ്ഥ തന്നെ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൻ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹുമാ ഖാല കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്മഉ ബൈന الرجلين من قتل احد في ثوب واحد. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ആളുകളെയൊക്കെ ഒന്നും രണ്ടും ആളുകളെ, ചിലപ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകളെ ഒരൊറ്റ വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഒരേ ഖബറിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടിയിരുന്നത്. പക്ഷേ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു അത്രേ, അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ. ഈ മരിച്ചു കിടക്കുന്ന ഷഹീദായി കിടക്കുന്ന രണ്ടാളുകൾ ഉണ്ടല്ലോ, ഇവരുടെ കൂട്ടത്തിൽ ഖുർആൻ കൂടുതൽ അറിയുന്നത് ആർക്കാണ്? ഫഇദാ ഉശീറ ലഹു ഇലാ അഹദീമ, അങ്ങനെ ആ രണ്ടിൽ ഇന്ന ആൾക്കാണ് ഖുർആൻ കൂടുതൽ അറിയുക എന്ന് പറയപ്പെട്ടാൽ ഖുദ്ദിമ, അദ്ദേഹത്തെ ഖബറിലേക്ക് ഫഖദ്ദമഹു ഫിൽ ലഹദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹദിലേക്ക് ആ ഖുർആൻ കൂടുതൽ അറിയുന്ന ആളെ ആദ്യം വെക്കും. ഫസ്റ്റ് അദ്ദേഹം, സെക്കൻഡ് അതിൽ കുറവ് അറിയുന്ന ആള്, തേർഡ് അതിനേക്കാൾ കുറവ് അറിയുന്ന ആള്, നമ്പർ 1 ഖുർആനിൽ കൂടുതൽ അറിയുന്ന ആള് തന്നെ. കാരണം ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് ഷഹീദാകുന്ന ഉടനെ തന്നെ സ്വർഗത്തിന്റെ എല്ലാ അനുഭൂതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. ആ അനുഭൂതികൾ ആസ്വദിക്കാൻ ഒന്നാമത് അർഹനായി തീരുന്നത് ഖുർആൻ കൂടുതൽ അറിയുന്ന ആളാണ്, രണ്ടാമത് അതിനേക്കാൾ കുറവ് അറിയുന്ന ആള്. അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ അറിവാണ് ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെക്കുന്നതിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പരലോകത്തും പരിശുദ്ധ ഖുർആൻ അറിയുന്ന അതിൽ നിപുണനായ വ്യക്തിയാണ് ഒന്നാമൻ. ഖബറിലുള്ളത് തന്നെ, ഭൂമിയിലുള്ളത് തന്നെ, ഖിയാമത്ത് നാളിലും യജീഉ ബി സാഹിബിൽ ഖുർആൻ, സാഹിബുൽ ഖുർആനിനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. സാഹിബുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയെ ഇൻഷാ അല്ലാഹ് പരലോകത്ത് കൊണ്ടുവരപ്പെടും. അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, ഇഖ്റ വറത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നീ ഓദിക്കോ, ഖുർആൻ ഓതുക, എന്നിട്ട് സാവകാശത്തിൽ ഭൂമിയിൽ വെച്ച് ഓതിയതുപോലെ തന്നെ ഓദിക്കോ. തീർച്ചയായും സ്വർഗത്തിലെ നിന്റെ സ്ഥാനം നീ ഓതുന്ന അവസാനത്തെ ആയത്ത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയായിരിക്കും സ്വർഗത്തിൽ നിന്റെ സ്ഥാനം. അപ്പൊ ഒരു വ്യക്തിയുടെ സ്വർഗത്തിലെ സ്ഥാനം പരിഗണിക്കുന്നത് എത്ര ആയത്ത് കൂടുതൽ അറിയാം എന്ന് നോക്കിയിട്ടാണ്. 10 ആയത്ത് അറിയുന്ന ആൾ 10 ആയത്ത് ഓതി ഒരു ദർജയിലെത്തും. 15 ആയത്ത് അറിയുന്ന ആൾ അദ്ദേഹത്തെക്കാൾ 5 സ്റ്റെപ്പ് മേലെയായിരിക്കും. 20 ആയത്ത് അറിയുന്ന ആൾ ആ 15 സ്റ്റെപ്പിന്റെ ആളെക്കാൾ മേലെയായിരിക്കും. അല്ല, പരിശുദ്ധ ഖുർആൻ മുഴുവനും അറിയുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണെങ്കിലോ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയട്ടെ, അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, പരിശുദ്ധ ഖുർആനിൽ നൈപുണ്യം നേടിയ ഒരു വ്യക്തി കിറാമുൽ ബററകളായ പരിശുദ്ധ ഖുർആനിന്റെ വാഹകരും വേദഗ്രന്ഥങ്ങളുടെ വാഹകരുമായ ഉന്നതരായ മലക്കുകളുടെ കൂടെയായിരിക്കും. സൂറത്തു അബസയിൽ പറഞ്ഞ ആ കിറാമിൻ ബററ എന്ന് പറയപ്പെട്ട ആ ഉന്നതരായ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകളുടെ കൂടെയായിരിക്കും പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തി. അതിന്റെ താഴെ അറിവുള്ള വ്യക്തി അതിനനുസരിച്ചുള്ള സ്വർഗത്തിന്റെ ദർജയിലായിരിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇത്ര പോലും പറഞ്ഞു, സ്വർഗത്തിന്റെ ദർജ അല്ലാഹു നിശ്ചയിച്ചത് പോലും ഖുർആനിലെ ആയത്തിന്റെ ബേസിലാണ്. സ്വർഗത്തിന്റെ ദർജ നിശ്ചയിക്കപ്പെട്ടത് പോലും ഖുർആനിലെ ആയത്തിന്റെ എണ്ണത്തിന്റെ ബേസിലാണ്. കാരണം എന്താണ്? എങ്ങനെയാണെങ്കിലും ഒരായത്ത് അധികം അറിയുന്ന ആൾക്ക് ഒരു സ്റ്റെപ്പ് കയറാലോ. 100 ആയത്ത് അറിയുന്ന ആൾക്ക് 100 ദർജ ഉണ്ട്. പരിശുദ്ധ ഖുർആനിലെ 6200-ലധികം വരുന്ന വചനങ്ങൾ ഓതുന്ന ആൾക്ക് അത്രയും ദർജയുണ്ട്. അപ്പൊ മുഴുവൻ അറിയുന്ന ആളോ ഏറ്റവും അലൽ ജന്നയിലായിരിക്കും. അപ്പോൾ ഏകദേശം പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് അനുരൂപമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വ്യാപ്തി പോലും നിശ്ചയിച്ചത് എന്ന് ഈ ഹദീസിനെയും മറ്റു പല ഹദീസുകളെയും വ്യാഖ്യാനിച്ചുകൊണ്ട് അഹ്ലുൽ ഇൽമപ്പെട്ട ആളുകൾ പറഞ്ഞതായി നമുക്ക് ഹദീസുകളുടെ ഷർഹിൽ, അതിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലോകത്തും ഖബറിലും പരലോകത്തും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഉന്നതമാക്കുന്നത്, നമുക്ക് ഔന്നത്യം നൽകുന്നത്, നമുക്ക് സ്വർഗം നൽകുന്നത്, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്, ഇത് അനുഗ്രഹങ്ങളുടെ ഗ്രന്ഥമാണ്, അനുഗ്രഹം നിറഞ്ഞ ഗ്രന്ഥമാണ്. ഇതിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് രക്ഷയുണ്ട്
ഇതിനെ ഒഴിവാക്കുന്ന ആളുകൾക്ക് നാശവുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിനെ സംബന്ധിച്ച് വാചാലമായി സംസാരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട 1-2 വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഖുർആനു ഷാഫിഉൻ മുശഫഉൻ മാഹിലുൻ മുസദ്ദഖുൻ വമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന വമൻ ജഅലഹു വറാഅ വഹ്രിഹി സാഖഹു ഇലൻ നാർ. അൽ ഖുർആൻ, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഷാഫിഉൻ, ഷാഫിആണ്. ഷാഫി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ശുപാർശ പറയും. എങ്ങനെയാണ് അതിന്റെ കൈഫിയത്ത്? അള്ളാഹുവിന് മാത്രം അറിയാം, അള്ളാഹുവിനറിയാം. പക്ഷേ പരിശുദ്ധ ഖുർആൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ശുപാർശ പറയും. നമ്മൾ വളരെയധികം സ്നേഹിച്ച് താലോലിച്ചു പോറ്റി വളർത്തിയ നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മളെ ഒഴിവാക്കി പോകുന്ന ഒരു ദിവസത്തിൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സ്വഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. മാതാപിതാക്കളെ വിട്ട്, സഹോദരന്മാരെ വിട്ട്, കൂടപ്പറപ്പുകളെ വിട്ട്, മക്കളെ വിട്ട്, ഭാര്യയെ വിട്ട് മനുഷ്യന്മാർ ഓടിപ്പോകുന്ന ദിവസം അല്ലേ? ഏതൊരു ഭാര്യയ്ക്ക് വേണ്ടിയാണോ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് എനിക്ക് തടസ്സമുണ്ടായത്? ഏതൊരു മക്കളെ പോറ്റുന്ന കാര്യം പറഞ്ഞിട്ടാണോ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കാതിരുന്നത്? ഏതൊരു കുടുംബത്തെ പോറ്റി വളർത്താൻ വേണ്ടിയാണോ ഈ ഒരു ഗ്രന്ഥം ഞാൻ പഠിക്കാതെ പോയത്? ആ കുടുംബം, ആ ഭാര്യ, ആ മക്കൾ, ആ ഭർത്താവ് നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ നമ്മളെ ഒഴിവാക്കി മാറിപ്പോകും. എനിക്ക് ഇന്റെ കാര്യം തന്നെ നോക്കാനുണ്ട് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി പടച്ചറബിനോട് ശുപാർശ പറയാൻ ഈ മഹത്തായ ഗ്രന്ഥം ഉണ്ടാകും. പക്ഷേ ഈ ഗ്രന്ഥത്തെ പരിഗണിക്കേണ്ടത് പോലെ പരിഗണിക്കണം എന്ന് മാത്രം. എങ്കിൽ നമ്മളെ ആരും സഹായിച്ചിട്ടില്ലെങ്കിലും നമുക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശ പറയാൻ അതിമഹത്തരമായ അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം വരിക തന്നെ ചെയ്യും. മാത്രമല്ല ഖുർആൻ വെറും ഷാഫിഅ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുശഫഉൻ. ഖുർആൻ ശുപാർശ പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും, അത് തള്ളൂല. ഖുർആൻ ശുപാർശ പറഞ്ഞാൽ ആ ഖുർആനിന്റെ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും, തള്ളുകയില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാഹിലുൻ. ഖുർആൻ വെറും ശുപാർശ മാത്രമല്ല, പിന്നെയോ ഖുർആൻ അല്ലാഹുവിനോട് തർക്കിക്കുക കൂടി ചെയ്യും. നമുക്ക് വേണ്ടി വാദിക്കും, ഹുജ്ജത്ത് വെക്കും, ഹുസൂമ് നടത്തും അവർ. പരിശുദ്ധ ഖുർആൻ സഹീഹായ ഒരു ഹദീസിൽ വന്നില്ലേ, സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും യതഹാജ്ജാനി ലിസ്വാഹിബിഹി. സൂറത്തുൽ ബഖറയും ആലി ഇംറാനും കൃത്യമായി പഠിച്ച ഒരാൾക്ക് വേണ്ടി ഈ 2 ചാപ്റ്ററുകൾ നാളെ പടച്ച റബ്ബിനോട് തർക്കിക്കുന്നതാണ്. യതഹാജ്ജ എന്ന് പറഞ്ഞാൽ ഹുജ്ജത്ത് നിരത്തിയിട്ട് സംസാരിക്കുക എന്നാണ്. ഹുജ്ജത്ത് നിരത്തും പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർആൻ ഹുജ്ജത്തുൽ ലക് ഔ അലൈക്. ഖുർആൻ നിനക്ക് അനുകൂലമായി സാക്ഷ്യം പറയും, ഇല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായി. അപ്പൊ പരിശുദ്ധ ഖുർആൻ കേവല ശുപാർശയിൽ ഒതുങ്ങൂലെന്നും നമുക്ക് വേണ്ടി റബ്ബിനോട് ഹുജ്ജത്ത് വെച്ച് തന്നെ പരിശുദ്ധ ഖുർആൻ സംസാരിക്കും. മുസദ്ദഖുൻ, പരിശുദ്ധ ഖുർആനിന്റെ ഹുജ്ജത്ത് സത്യമാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കും. ലോകത്തിലുള്ളവരുടെ ഹുസൂമാത്തുകൾ അത് അല്ലാഹു സ്വീകരിക്കണമെന്നില്ല, അല്ലാഹു തള്ളുകയും കൊള്ളുകയും ചെയ്തേക്കാം. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ ഹുജ്ജത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. പരിശുദ്ധ ഖുർആനിന്റെ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന. ഖുർആനിനെ നിങ്ങൾ നിങ്ങളുടെ ഇമാമാക്കിയാൽ അത് നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. അതല്ല വമൻ ജഅലഹു വറാഅ വഹ്രി, നിങ്ങളുടെ പുറംഭാഗത്തേക്ക് അത് ോ നിങ്ങളെ പിടിച്ചത് നരകത്തിലേക്ക് കൊണ്ടുപോകും. ഖുർആനിനെ നമ്മുടെ ഇമാമാക്കുക. ആ ഖുർആനിനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് വമാ ഹുവ ബിൽ ഹസ്ൽ. ഇത് തമാശയല്ല. ഈ ഗ്രന്ഥത്തെ കുറിച്ച് അത്ഭുതപ്പെട്ട് വാവളിച്ചു നിൽക്കാതെ, ചിരിച്ചു കളിക്കാതെ, തമാശയാക്കാതെ കരയുകയും പഠിക്കുകയും ചെയ്യൂ. ഈ പരിശുദ്ധ ഖുർആൻ നൽകുന്ന വിശ്വാസവും ആദർശവും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ലില്ലാഹി അഹ്ലീൻ. അല്ലാഹുവിന് കുറച്ച് ആളുകളുണ്ട്, അല്ലാഹുവിന് കുറച്ച് ആളുകളുണ്ട്. നല്ലൊരു വാക്ക്. ഈ വാക്കിന്റെ ആഴവും പരപ്പും അല്ലാഹുവിനെ അറിയുന്ന ആളുകൾക്കല്ലാതെ മനസ്സിലാവുകയില്ല. നമുക്കറിയാം, ഞാൻ ഇന്ന ആളെ പാർട്ടിയാണ്, ഞാൻ ഇന്ന സംഘടനയിലെ മെമ്പറാണ്, എൻ്റെ നേതാവ് ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ടീമിന്റെ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ആ
നാം ആരുടെ ആളാണെന്നാണോ അവകാശപ്പെടുന്നത് അവരുടെ മഹത്വം അനുസരിച്ചാണ് നമ്മുടെ മഹത്വം എങ്കിൽ ചരാചരങ്ങളുടെ മുഴുവൻ സൃഷ്ടാവും ഉന്നതനും തുല്യതയില്ലാത്തവനുമായ റഹ്മാനായ റബ്ബ്, ആ റബ്ബ് പറയാണ് എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട്, അവരെന്റെ ആളുകളാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ആ റബ്ബിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു പറയാണ് ഇന്ന ലില്ലാഹി അഹ്ലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇന്ന ലില്ലാഹി അഹ്ലീൻ, അല്ലാഹുവിന് കുറച്ച് ആൾക്കാരുണ്ട്. സ്വഹാബികൾ ചോദിച്ചു മൻ ഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആരാണ് ഈ അല്ലാഹുവിന്റെ പാർട്ടി, അല്ലാഹുവിന്റെ വിഭാഗം ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഹും അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആൾക്കാരാണ്. ഖുർആൻ പഠിക്കുക, ഖുർആൻ ഓതുക, അതിന്റെ തജ്വീദ് പഠിക്കുക, അത് പഠിച്ചത് മറ്റൊരാൾക്ക് പഠിപ്പിക്കുക, മക്കളെ അത് പഠിപ്പിക്കുക, കുടുംബത്തെ പഠിപ്പിക്കുക, എപ്പോഴും ഖുർആനുമായി ബന്ധം പുലർത്തുക, അതിന്റെ തഫ്സീറുകൾ മനസ്സിലാക്കുക, സർവോപരി അതനുസരിച്ച് ജീവിക്കുക. ഇങ്ങനെയൊക്കെയാണ് മുഹദ്ദിസുകൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചത്. അങ്ങനെയുള്ള ആളുകൾ ഹും അഹ്ലുല്ലാഹ്, അല്ലാഹുവിന്റെ ആളുകളാണ്. വഖാസത്തുഹു, പടച്ച റബ്ബ് സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുമാണ്. റബ്ബിന് വളരെ വേണ്ടപ്പെട്ടവരാണ് അവർ. അല്ലാഹുവിന്റെ കലാമിനെ വേണ്ട നിലക്ക് ബഹുമാനിക്കുകയും ആദരിക്കുകയും പഠിക്കുകയും ചെയ്ത ആളുകൾ അല്ലാഹുവിന്റെ ആളുകളായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അത് പഠിക്കാനും അത് പാരായണം ചെയ്യാനും അതിന്റെ കാര്യം ശ്രദ്ധിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഉപദേശിക്കാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയൂ ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം, എപ്പോഴും ഖുർആൻ ശ്രദ്ധിക്കണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, തീർച്ചയായും പരിശുദ്ധ ഖുർആൻ അതിന്റെ ആൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞുകൊണ്ട് ഖിയാമത്ത് നാളിൽ വരുന്നതാകുന്നു. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനേക്കാൾ ഉന്നതനായി ആരാണ് ഉള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അതിനൊരു കൂലിയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, 10 പ്രതിഫലം. അലിഫ് എന്നോദിയാൽ 10, ലാം എന്നോദിയാൽ 20, മീം എന്നോദിയാൽ 30. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫും ലാമും മീമും ഒക്കെ വേറെ വേറെ ഹർഫാണ്. അലിഫ് ലാം മീം എന്ന് ഒരാൾ ഓതിയാൽ അയാൾക്ക് 30 കൂലിയാണ്. അത് 30-ൽ ഒതുങ്ങോ? ഇല്ല. ഒരാളുടെ ആത്മാർത്ഥതക്കനുസരിച്ച് ഇലാ 700 വഇഫിൻ ഇലാ അദ്ആഫിൻ കസീറ, അതെല്ലാ നന്മകൾക്കും പറഞ്ഞതാണ്. എല്ലാ നന്മകൾക്കും അത് 700 വരെ പോകും, അല്ല 700ഉം കഴിഞ്ഞ് പിന്നെയും പോകും. അത് ഓതുന്ന വ്യക്തിയുടെ ആത്മാർത്ഥതയും ഇഖ്ലാസും പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള അയാളുടെ ബന്ധങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് പ്രതിഫലം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് വസിയത്ത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉസീക ബിതഖ്വല്ലാഹ് ഫഇന്നഹു റഅസുൽ അംരി കുല്ലിഹി, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന്. റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം, പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നതാണ് എനിക്ക് നിനക്ക് നൽകാനുള്ള വസിയത്ത്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് സിദ്നി, കുറച്ചുകൂടി എന്നെ ഉപദേശിക്കൂ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഉപദേശം അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നീ എപ്പോഴും ഖുർആൻ ഓതണം. അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നീ ഖുർആൻ ഓതണം. വദിക്രില്ലാഹ്, എപ്പോഴും അല്ലാഹുവിനെ ഓർക്കണം. ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർദ്, പരിശുദ്ധ ഖുർആൻ നിനക്ക് ഭൂമിയിൽ ഒരു പ്രകാശമാണ്. വദുഖുറുൻ ലക ഫിസ് സമാ, ആകാശ ലോകത്ത് അതൊരു വലിയ നിക്ഷേപവുമാണ്. നമ്മൾ ഊഹിക്കാത്ത അത്രയും പ്രതിഫലമായിരിക്കും ഇൻഷാ അല്ലാഹ് അവിടെ ഉണ്ടാവുക. മാത്രമല്ല നമുക്ക് ഖിയാമത്ത് നാളിൽ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്ത് പരിശുദ്ധ ഖുർആനിന്റെ ഖിറാഅത്താണ്. പരിശുദ്ധ ഖുർആനിന്റെ ഖിറാഅത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിമനോഹരമായ ഒരു ഖുർആൻ പാരായണം ഞാൻ കേട്ടു. ആ ഹദീസിന്റെ ലഫ്ളുകൾ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ മനോഹരമായ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ഞാൻ കേട്ടു.
ഞാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു, ആരാണ് ആ ഖുർആൻ ഓതുന്നത്? അപ്പൊ പറഞ്ഞു, ഇന്ന വ്യക്തിയാണ്. എന്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്ഥാനം? സ്വർഗലോകത്ത് ഒരു വലിയ വൃക്ഷത്തിന്റെ മേലെ മനോഹരമായ ഒരു വീട്, ആ വീട്ടിൽ നിന്നാണ് ഖുർആനിന്റെ പാരായണം കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ മറുപടി അത് ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോ ആ വ്യക്തിയെ കുറിച്ച് അറിയാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാതാപിതാക്കളെ നന്നായി നോക്കിയ ആളായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ചും സ്വന്തം ഉമ്മയെ വളരെ നന്നായി പരിചരിച്ചതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സ്ഥാനമാണത്. നോക്കൂ, സ്വന്തം മാതാപിതാക്കളെ നന്നായി നോക്കിയ ഒരു വ്യക്തി, പരലോകത്ത് അദ്ദേഹത്തിന് അല്ലാഹു സെലക്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ഖുർആനിന്റെ മധുര മനോഹരമായ പാരായണം. അത് നമുക്ക് പരലോകത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചാൽ, ഞാനും നിങ്ങളും മാതാപിതാക്കളോടുള്ള കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്ഥാനം ഇൻഷാ അല്ലാഹ് നമുക്കും ലഭിക്കുന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സ്ഥാനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് ആരോടെങ്കിലും അസൂയ തോന്നി അതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടെങ്കിൽ അതിലൊന്ന് പരിശുദ്ധ ഖുർആനിൽ അറിവുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നാൻ പാടുള്ള അസൂയയാണ്. അസൂയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ച അസൂയ അയാളെ പോലെ ആകുവാനും അതേപോലെ പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുക. ഇത് രണ്ട് കാര്യത്തിലാണുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റജുലുൻ, ഒരു വ്യക്തി, അല്ലമഹുല്ലാഹുൽ ഖുർആൻ, അദ്ദേഹത്തെ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. അയാൾ പഠിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, പിന്നെ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, അല്ലാഹുവാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഓതാൻ സാധിക്കുക, അത് തജ്വീദിന്റെ നിയമപ്രകാരം പാരായണം ചെയ്യുക, അത് സാധിക്കുന്നത്ര ഹിഫ്ളാക്കുക, ഇതൊക്കെ റബ്ബിന്റെ ഒരു തൗഫീഖ് തന്നെയാണ്. സൽക്കർമ്മങ്ങളെല്ലാം പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്ലാഹുവിന്റെ തൗഫീഖാണ്. ആ തൗഫീഖിന് നമ്മൾ അർഹരായി തീരുക എന്നതാണ് എന്റെയും നിങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടുന്ന പ്രവർത്തനം. നിങ്ങൾ നോക്കൂ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പരിശുദ്ധ ഖുർആനിന്റെ പ്രതികൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിലില്ലേ? ഉണ്ട്. അല്ല, അത് മുസ്ഹഫിൽ വേണ്ട, മൊബൈലിലുണ്ട്, മറ്റു ഇലക്ട്രോണിക് എന്തെല്ലാം ഉപകരണങ്ങളാണോ നമ്മുടെ കയ്യിലുള്ളത് അതിലൊക്കെ അതില്ലേ? ഉണ്ട്. എന്നിട്ടും പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? പരിശുദ്ധ ഖുർആനിലെ 10 ആയത്തുകൾ ഹിഫ്ളാക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? നമ്മുടെ കയ്യെത്താവുന്ന ദൂരത്തൊക്കെ ഖുർആൻ ഉണ്ടായിട്ടും, ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചാൽ ഖുർആൻ കേൾക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടും നമുക്കത് പഠിക്കാൻ പറ്റാതെ പോകുന്നത് എന്താണ്? തൗഫീഖിന്റെ കുറവല്ലാതെ എന്ത്? റബ്ബ് അതിനുവേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നതൊരു സങ്കടമായി എനിക്കും നിങ്ങൾക്കും തോന്നാത്തത് എന്താണ്? എന്റെ റബ്ബ് എനിക്ക് ഇതിന് തൗഫീഖ് നൽകിയില്ലല്ലോ. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഇതുപോലുള്ള കോപ്പികൾ പോകട്ടെ, ഒരു കോപ്പി പോലും എടുക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം നാനാഭാഗത്തും പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങളെ മുഴുവൻ കടന്ന് ഇസ്ലാം പോയിട്ടും ഒരൊറ്റ കോപ്പി പ്രതിയാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രതി മര്യാദക്കുള്ള ഒരു മുസ്ഹഫ് ഉള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 7 ഉണ്ടായിട്ട് 7 നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. അത്രയും പ്രതികൾ കുറവായിട്ടും പരിശുദ്ധ ഖുർആനിലെ ഹാഫിളുകളായ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഉണ്ടായി. എന്തുകൊണ്ട്? അത് തൗഫീഖാണ്. എന്നാൽ ഓരോ വ്യക്തിക്കും 1 അല്ല 1000 പ്രതികൾ സ്വന്തമാക്കാൻ കഴിവുണ്ടായിട്ടും നമുക്കത് പഠിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്? തൗഫീഖിന്റെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുടെ പൊരുൾ ഇൻഷാ അല്ലാഹ് ഫാത്തിഹ പഠിക്കുമ്പോൾ ഞാനും ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. അവിടെ ഇഹ്ദിന എന്നതിന്റെ ശരിയായ വിവക്ഷയായി പണ്ഡിതന്മാർ പറഞ്ഞത് വഫിഖ്ന, അല്ലാഹുവേ എനിക്ക് തൗഫീഖ് ചെയ്യണേ എന്നാണ്. അല്ലേ? പള്ളി നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഓരോ റൂമിൽ ഒരേ കട്ടിലിൽ അപ്പുറം ഇപ്പുറം കിടക്കുന്ന ആള്, ഒരാൾ സുബൈ ബാങ്ക് കൊടുത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോകുന്നു, ഒരാൾ പോകുന്നില്ല. രണ്ടാളും മുസ്ലിമാണ്, രണ്ടാളും കിടക്കുന്നത് ഒരു റൂമിലാണ്. പക്ഷെ ഒരാൾക്ക് ഒന്നെടുത്ത് പള്ളിയിലേക്ക് പോകാൻ സാധിക്കുന്നു, ഒരാൾ വീണ്ടും പുതച്ചു മൂടി കിടക്കുന്നു. എന്തേ പറ്റിയത്? ഒന്ന് റബ്ബിന്റെ തൗഫീഖാണ്, മറ്റേയാൾക്ക് തൗഫീഖ് ഇല്ലാതെ പോയി. സമ്പത്തെമ്പാടും ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ചെലവഴിക്കുന്നു, മറ്റൊരാൾ ചെലവഴിക്കുന്നില്ല. എന്തുകൊണ്ട്? റബ്ബിന്റെ തൗഫീഖ് ഇല്ലാതെ പോയി. അതുകൊണ്ട് റബ്ബിന്റെ തൗഫീഖ്
തൗഫീഖ് തന്നെയാണ്. ആ തൗഫീഖ് നേടിയെടുക്കാൻ അർഹരായി തീരണമെങ്കിൽ തികഞ്ഞ ആത്മാർത്ഥതയും കഠിനാധ്വാനവും നിരന്തരമായ പ്രാർത്ഥനയും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളെ കുറിച്ച് ഓർത്തുള്ള ദുഃഖവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ദിവസങ്ങളെ കുറിച്ചോ ആഴ്ചകളെ കുറിച്ചോ മാസങ്ങളെ കുറിച്ചോ ഒരു ആവലാതിയുമില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർക്ക് ഒരു തിരുത്തലിന് സാധ്യമല്ല തന്നെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പരിശുദ്ധ ഖുർആൻ നൽകിയ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് അല്ലമഹുല്ലാഹുൽ ഖുർആൻ, അല്ലാഹു അദ്ദേഹത്തെ ഖുർആൻ പഠിപ്പിച്ചു. അതിന്റെ അർത്ഥം റബ്ബിന്റെ തൗഫീഖോട് കൂടി അയാൾ ഖുർആൻ പഠിച്ചു എന്നാണ്. ഫഹുവ യത്ലൂഹു ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ, പകലും രാത്രിയും ഒരുപോലെ അദ്ദേഹം ആ ഖുർആൻ ഓതി. അദ്ദേഹം പകലിൽ അത് ഓതി ജനങ്ങളെ പഠിപ്പിക്കുന്നു, രാത്രിയിൽ അത് ഓതി അയാൾ നമസ്കരിക്കുകയും ചെയ്യുന്നു. ഫസമിഅഹു ജാറുൻ ലഹു, അയൽവാസിയായ ഒരാൾ അത് കേട്ടു. അതായത് തൊട്ടടുത്ത അയൽവാസി ഖുർആൻ ഓതുന്നു, അത് ഖുർആൻ ഓതി ജനങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം പറയണം, യാ ലൈതനി ഊതീതു മിസ്ല മാ ഊതിയ ഫുലാൻ, ഈ വ്യക്തിക്ക് അല്ലാഹു കൊടുത്ത തൗഫീഖ് പോലെ എനിക്കും അല്ലാഹു തൗഫീഖ് നൽകിയിരുന്നെങ്കിൽ ഫഅമിൽതു മിസ്ല മാ യഅമൽ, ആ മനുഷ്യൻ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യാമായിരുന്നല്ലോ എന്ന് കരുതാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്നാണ്. ഖുർആൻ ഓതുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ അതുപോലെ ആവാൻ നമ്മൾ ആഗ്രഹിക്കണം. അയൽവാസിയുടെ വീടിന്റെ വലിപ്പം നോക്കി അതുപോലെ ഒരു വീട് എനിക്ക് എങ്ങനെ ഉണ്ടാകാം എന്ന് ആലോചിക്കുന്നതിനേക്കാൾ, അയൽവാസിയുടെ കാർ ഷെഡിൽ നിർത്തിയിട്ടിട്ടുള്ള ഒരു കാർ നോക്കിയിട്ട് അതിനേക്കാൾ മുന്തിയ കാർ എനിക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ, തൊട്ടടുത്ത അയൽവാസി നടത്തിയ കല്യാണത്തെക്കാൾ വിപുലമായ ഒരു കല്യാണം എങ്ങനെ നടത്താം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള നല്ല നല്ല ചിന്തകളാണ്. എങ്ങനെ ഖുർആൻ കൂടുതൽ പഠിക്കാം, എങ്ങനെ ഹദീസുകൾ കൂടുതൽ മനസ്സിലാക്കാം, എങ്ങനെ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ എനിക്ക് സാധിക്കും എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കണം ഇൻഷാ അല്ലാഹ് എന്റെയും നിങ്ങളുടെയും ചിന്തയിൽ ഉണ്ടാവേണ്ടത്. രണ്ട് ഹദീസുകൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ അൽ-അസ്ലമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി, ഒരാൾ ഖുർആൻ ഓതി അത് പഠിച്ചു, വഅമില ബിഹി അതനുസരിച്ച് അയാൾ ജീവിക്കുകയും ചെയ്തു. ഖുർആൻ ഓതി പഠിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ, ഉൽബിസ യൗമൽ ഖിയാമത്തി താജൻ മിൻ നൂരിൻ ലൗഹു മിസ്ലു ലൗഇ ശംസ്, അയാൾക്ക് ഖിയാമത്ത് നാളിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കിരീടം അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അണിയിച്ചു കൊടുക്കും. തീർന്നില്ല, വയുക്സ വാലിദൈഹി ഹുല്ലതാൻ ലാ യഖൂമു ബിഹിമാ അദ്ദുനിയ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ രണ്ട് ഉടയാടകൾ നൽകും, രണ്ട് വസ്ത്രം നൽകും. മറ്റൊരു റിവായത്തിൽ അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കിരീടം അണിയിക്കും, അതിന്റെ പ്രകാശവും സൂര്യനെ പോലെ പ്രകാശപൂരിതമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അന്ന് ഈ മാതാപിതാക്കൾ ചോദിക്കും അത്രേ, ബിമ കുസീനാ ഹാദാ, എന്തിനാണ് ഞങ്ങൾക്ക് ഈ കിരീടം അണിയിച്ചത്, എന്തിനാണ് ഞങ്ങൾക്ക് ഈ വസ്ത്രം തന്നത്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇതെന്താണ് വിഷയം? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന മറുപടി, ബി അഖ്ദി വലദികുമാ അൽ ഖുർആൻ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ, അതുകൊണ്ടാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചതിന്റെ സമ്മാനമാണ് ഇത്. ഉമ്മാക്കും വാപ്പാക്കാണ് കൊടുക്കേണ്ടത്, കാരണം അവരാണ് ആ മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഗ്രന്ഥം പഠിച്ച, അത് മനസ്സിലാക്കിയ, അതനുസരിച്ച് ജീവിച്ച ഒരു മകൻ, ഒരു മകൾ ഇൻഷാ അല്ലാഹ് പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ പരലോകം സത്യമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തി, ഈ ലോക ജീവിതം നശ്വരമാണ്, ഒരു ഗ്യാരണ്ടിയുമില്ല, ഏത് സമയത്തും നിന്നു പോകുന്ന ജീവിതമാണ് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി, മരണാനന്തര ജീവിതത്തിന് അന്ത്യമില്ല, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അവസാനിക്കാത്ത ലോകമാണ് എന്ന് യഖീനുള്ള ഒരു വ്യക്തി തന്റെ മക്കൾ വഴി എനിക്ക് നാളെ പരലോകത്ത് ഈ ഒരു നന്മ കിട്ടണമെന്നേ ആഗ്രഹിക്കൂ. അതുകൊണ്ട് തന്നെ ഒരു മകനെ എഞ്ചിനീയർ ആക്കുന്നതിനേക്കാൾ താല്പര്യം ഖുർആൻ പഠിപ്പിക്കാനായിരിക്കും. അതിന്റെ അർത്ഥം അത് പഠിപ്പിക്കേണ്ടതെന്നല്ലോ. എന്റെ മകൻ ഡോക്ടറാകണം എന്ന വാശിയേക്കാൾ ആ പിതാവിനുണ്ടാകുന്ന വാശി എന്റെ മകൻ ഖുർആൻ പഠിക്കണം എന്നാണ്. എന്നാൽ താരതമ്യേന അതുപോലുള്ള സംഗതികളൊന്നും പഠിക്കാൻ ബുദ്ധിശേഷിയും കഴിവുമില്ലാത്ത എന്റെ മകനെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകളല്ല, മറിച്ച് ഖിയാമത്ത് നാളിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുക പരിശുദ്ധ ഖുർആൻ പഠിച്ച എൻ്റെ ഒരു മകനായിരിക്കും, പരിശുദ്ധ ഖുർആൻ പഠിച്ച എൻ്റെ ഒരു മോളായിരിക്കും എന്ന കൃത്യമായ ചിന്തയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ വാക്കുകളിലുള്ള വിശ്വാസവും
നമുക്ക് പാഠമായി തീരേണ്ടതുണ്ട്. പല ആളുകളും പറയാറുണ്ട്, ചിലപ്പോൾ വയസ്സായി പ്രായമായ ആളുകൾ അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഹിഫ്ളാക്കാൻ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല. സാരല്ല, പോട്ടെ. ഇനി അവർക്ക് സാധിക്കുന്നില്ലെങ്കിലും അവരിലൂടെ സാധിക്കുന്ന ഒന്നുണ്ട്. എന്താണ്? സ്വന്തം മക്കൾ. അവരെ പഠിപ്പിക്കുക. നിങ്ങൾക്കറിയുമോ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഫാമിലിനെയാണ് കണക്കാക്കുക, ഒരു വ്യക്തിനെ അല്ല. മറിച്ച് ഒരു മുസ്ലിം ആണെങ്കിൽ ആ മുസ്ലിം ഫാമിലി അല്ലാഹു പരിഗണിക്കും. ഉമ്മാന്റെ കുറവ്, വാപ്പാന്റെ കുറവ് മക്കളിലൂടെ അല്ലാഹു പരിഹരിക്കും. മക്കളുടെ കുറവ് വാപ്പയിലൂടെയും മാതാപിതാക്കളിലൂടെയും അല്ലാഹു പരിഹരിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ, സമയദൈർഘ്യം ഭയന്നിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, സൂറത്തുൻ നജ്മിലും അതുപോലെ തന്നെ സൂറത്തു ഗാഫിറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്കും അല്ലാഹു ഒരേ സീറ്റ് നൽകുന്നതാണ്. മക്കളുടെ ഈമാൻ ഉമ്മാന്റെയും വാപ്പാന്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിലും, അല്ല മക്കളാണ് വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും മുന്തിയതെങ്കിലോ, എന്നാലും വാപ്പാനെ ഉമ്മാനെ അങ്ങോട്ട് തന്നെ ആക്കും. ഉദാഹരണത്തിന്, നമ്മളുടെ വീട്ടിൽ ഉമ്മയും വാപ്പയുള്ള ഇടത്തിലല്ലേ മക്കൾ നിൽക്കുക? അതെ, മക്കൾ ഒരു നല്ല വീടെടുത്ത് അവിടേക്ക് ഉമ്മാനെയും വാപ്പാനെയും കൊണ്ടുപോലേ? ഉണ്ട്. വാപ്പാന്റെ പൈസ കുറവാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? അതെ, അതേ സിസ്റ്റമാണ് നമ്മുടെ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന വലിയ കാരുണ്യങ്ങളിൽ ഒന്ന്. നാളെ നമ്മളുടെ മൊത്തം ഫാമിലി അല്ലാഹു പരിഗണിക്കും. അപ്പൊ വാപ്പാന്റെ അടുത്ത് ഇൽമു കുറവാണെങ്കിലും വാപ്പാന്റെ അടുത്ത് അമല് കുറവാണെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മളുടെ മക്കളിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഒരു ഉമ്മ ഉപ്പ ഈസ് ഈക്വൽ ടു മക്കൾ, രണ്ടും ഒന്ന് തന്നെയാണ്. മക്കൾ തന്നെയാണ് വാപ്പ, വാപ്പ തന്നെയാണ് മക്കൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അതുകൊണ്ട് ഒരാൾക്ക് നഷ്ടപ്പെട്ടത് മറ്റൊരാളിലൂടെ നേടാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് കഴിയാത്തത് നമ്മളുടെ മക്കളിലൂടെയെങ്കിലും നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഹദീസ്, അവസാനത്തെ ഹദീസ്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല മൻ ഖറഅൽ ഖുർആന ലം യുറദ്ദ ഇലാ അർദിൽ ഉമർ ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ വദാലിക ഖൗലുഹു അസ്സ വജൽ ثم رددناه أسفل سافلين إلا الذين آمنوا قال إلا الذين قرأوا القرآن. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സൂറത്തു തീനിലെ ثم رددناه أسفل سافلين, പിന്നീട് നാം അവരെ ഏറ്റവും സാഫിലീങ്ങളിൽ സാഫിലുകളാക്കി. അഥവാ അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പിച്ചും പേരും പറയുന്ന വാർദ്ധക്യം, അതിലേക്ക് കൊണ്ടുപോകും. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ. വിശ്വസിച്ച ആളുകൾ അല്ലാഹു അങ്ങനെ കൊണ്ടുപോകില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇവിടെ ഇല്ലല്ലദീന ആമനു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലല്ലദീന ഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളുകളാണ്. കാരണം മൻ ഖറഅൽ ഖുർആന ലം യുറദ്ദ ഇലാ അർദിൽ ഉമർ, ഖുർആൻ ഓതുന്ന ഒരാളെ അല്ലാഹു പിച്ചും പേയും പറയുന്ന വാർദ്ധക്യത്തിലേക്ക് മടക്കുകയില്ല. പിച്ചും പേയും പറയുന്ന വാർദ്ധക്യത്തിലേക്ക് മടക്കൂല. അതിന്റെ അർത്ഥം വയസ്സാവില്ലാന്ന, 80 വയസ്സും 90 വയസ്സും 100 വയസ്സ് വരെ ജീവിക്കൂലെന്ന അല്ല. ജീവിക്കും, പക്ഷെ അവരുടെ ബുദ്ധിക്ക് തെളിച്ചുണ്ടാവും, മങ്ങലേറ്റിട്ടുണ്ടാവില്ല. എന്തു വേണം? പരിശുദ്ധ ഖുർആൻ ഓതണം. സലഫ് സാലിഹ്യങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ ചരിത്രം ഞാൻ ഓർക്കുന്നു, പേര് ഓർമ്മയില്ല. അദ്ദേഹം 120ാമത്തെ വയസ്സിൽ തറാവീഹ് ഇമാമായി നിൽക്കുകയാണ്. സൂറത്തുൽ ബഖറ, ആൽ ഇംറാൻ ഒക്കെ പാരായണം ചെയ്ത് എത്രാമത്തെ വയസ്സിൽ? 120ാമത്തെ വയസ്സിൽ ഇമാമ് നിൽക്കുക. പിറകിൽ കസാലയിൽ ഇരിക്കല്ല, മുന്നിൽ ഇമാമായി നിൽക്കുകയാണ് 120ാമത്തെ വയസ്സിൽ. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രായത്തിൽ, ഇത്രയും വയസ്സായിട്ടും നിങ്ങൾക്ക് ഒരു സമൂഹത്തിന് മനോഹരമായ ഖുർആൻ ഓതി ഇമാമായി നിൽക്കാൻ കഴിയുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ യുവത്വത്തിൽ എനിക്ക് റബ്ബ് ആരോഗ്യം തന്ന സന്ദർഭത്തിൽ ഞാൻ എൻ്റെ റബ്ബിന്റെ ഗ്രന്ഥത്തെ സൂക്ഷിച്ചു. പരിശുദ്ധ ഖുർആൻ ഓതലും പഠിക്കലും പാരായണം ചെയ്യലും അത് ഓതി ഇമാമ നിൽക്കലൊക്കെ ആയിരുന്നു എൻ്റെ ജോലി. അപ്പോൾ അന്ന് എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ സംരക്ഷിച്ചതിനാൽ ഇന്ന് എനിക്ക് ആരോഗ്യമില്ലാത്ത ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ റബ്ബ് എന്നെ ഹിഫ്ള് ചെയ്തിരിക്കുന്നു, എന്നെ സംരക്ഷിച്ചിരിക്കുന്നു. എൻ്റെ റബ്ബ് എൻ്റെ നാവുകൾക്ക് ബലം നൽകിയിരിക്കുന്നു, എൻ്റെ റബ്ബ് എൻ്റെ ഓർമ്മശക്തിക്ക് ബലം നൽകിയിരിക്കുന്നു. കാരണം എനിക്കതൊക്കെ ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ സംഗീതവും സിനിമകളും തോന്നിവാസങ്ങളും വൃത്തികേടുകളുമായി നീങ്ങിയില്ല. മറിച്ച് ഞാൻ ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ റബ്ബ് എനിക്ക് നൽകിയ സമ്മാനമാണിത്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഒരു പുണ്യത്തിന്റെ പ്രതിഫലം തത്തുല്യമായ പുണ്യമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ. ഇത് ചോദിച്ചത് നമ്മുടെ റബ്ബാണ്. ആ റബ്ബ് ചോദിച്ചിട്ട് ആ പടച്ച റബ്ബ് അതിനെതിരെ പ്രവർത്തിക്കൂല. നമ്മൾ ഒരു നന്മ ചെയ്താൽ തത്തുല്യമായ ഒരു നന്മ തിരിച്ചു നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഒരു തിന്മ ചെയ്താലോ ഫജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, ഒരു തിന്മയുടെ പ്രതിഫലം തത്തുല്യമായ തിന്മയാണ്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഒരു നന്മയുടെ പ്രതിഫലം തത്തുല്യമായ നന്മയാണ്. അതുകൊണ്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഈ ആയുസ്സിനെ, ഈ ആരോഗ്യത്തെ, ഈ തൗഫീഖിനെ, ഈ ബുദ്ധിശക്തിയെ അനുഗ്രഹ സമ്പൂർണമായ ഒരു ഗ്രന്ഥത്തെ പഠിക്കാനും ആ ഗ്രന്ഥം നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന വിശ്വാസപരവും അനുഷ്ഠാനപരവും ആചാരപരവും ആദർശപരവുമായ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥവും വ്യാഖ്യാനവും പഠിച്ച് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തും ഖബറിലും നാളെ പരലോകത്തും ഉന്നതിയിലെത്തുന്ന ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.